പ്രിൻസിപ്പൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സമരം നടത്തുന്ന തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജിൽ മാനേജ്മെന്റ് നിലപാട് വിശദീകരിക്കാൻ പ്രിൻസിപ്പൽ വിളിച്ചുകൂട്ടിയ വാർത്താ സമ്മേളനത്തിലും സമരക്കാരെത്തി. 2 മുദ്രാവാക്യം വിളിച്ചതല്ലാതെ പ്രിൻസിപ്പലിനെ തടസ്സപ്പെടുത്താനൊന്നും ABVP പിള്ളേർ തയ്യാറായില്ല. പോലീസിനെ പ്രതീക്ഷിച്ച് നിരാശരായ പിള്ളേർ പ്രിൻസിപ്പൽ മാഡം പറയുന്നത് മുഴുവൻ കേട്ടിരിക്കുകയും ചെയ്തു. ഇതാണ് അച്ചടക്കമുള്ള സമരം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പിന്നെ പറയാനില്ല. പിന്നെ അവര് ചോദിക്കണം, വെള്ളം വയ്ക്കണ്ട. പത്രക്കാർ ചോദിക്കട്ടെ, നിങ്ങൾക്കല്ലേ അവര് ചോദിക്കട്ടെ. പറയാം. അതായത് ഞങ്ങളുടെ കോളേജ് 50 വർഷമായി പ്രവർത്തിക്കുന്നു. ആ സമയത്ത് സെൽഫ് ഫിനാൻസിങ് ലോ സെക്ടറിൽ ഇല്ലായിരുന്നു. അന്നേരം പ്രൈവറ്റ് കോളേജ് എന്നുള്ള കാറ്റഗറിയിലായിരുന്നു ഞങ്ങളുടെ കോളേജ് പ്രവർത്തിച്ചിരുന്നത്. അത് അന്നത്തെ കാലത്ത് അത് അങ്ങനെ നടന്നു. അതിന്റെ ഈ അടുത്ത കാലത്ത് ഒരു നല്ല കവിത എന്നെ ഹോണ്ട് ചെയ്തു. ഇറ്റ് ഇസ് എ മാസ്റ്റർ പീസ് ഓഫ് പ്രൊഫസർ മൻസൂർ നായർ, നാറാണത്ത് ഭ്രാന്തൻ. ഞാനൊന്ന് ചൊല്ലാം. 12 മക്കളെ പെറ്റൊരമ്മേ. ലവ്ലി ഇസ്ന്റ് ഇറ്റ്? അത് ഇപ്പോഴും നമ്മൾ അത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. 50 വർഷം മുന്നേ തുടങ്ങിയ ഒരു കോളേജിൽ അന്നത്തെ റൂൾസ് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവര് വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. എന്തോന്നടാ ഇതൊക്കെ നാണക്കേട്. എന്റെ ഐഡിയ ആയി പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. താങ്ക് യു സോ മച്ച്. ഞാൻ പോകണേ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ. KC അബു വീണ്ടും ഇടവേളയ്ക്ക് ശേഷം. BJPക്കാരോട് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ക്ഷൗരം ചെയ്ത് പഠിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷെ അത് സ്വന്തം വാപ്പയുടെ തല ചുരണ്ടി ആവരുത്.